ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതായിരിക്കാം? ഉത്തരം പഞ്ചാബ്. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് പഞ്ചാബാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാപരമായി സൈന്യത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ട ആദ്യ രാജ്യം. ഭരണഘടനാപരമായി സൈന്യത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ട ആദ്യത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കാം അത്? ഓപ്ഷൻ എ ഏതാണ്? കോസ്റ്റാറിക്ക. ഏതാണ്? കോസ്റ്റാറിക്ക. ചോദ്യം മറക്കല്ല. ഭരണഘടനാപരമായിട്ട് സൈന്യത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ട ആദ്യ രാജ്യം ഏതാണ്? കോസ്റ്റാറിക്ക. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം എങ്ങനെയാ? ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്യൂബയാണ് കേട്ടോ. ഏതാണ്? ക്യൂബ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ഏതാണത്? ഉത്തർപ്രദേശ്. ഏതാണ്? ഉത്തർപ്രദേശ്. മറക്കല്ലും. ഏറ്റവും കൂടുതലായിട്ട് പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? അപ്പോൾ ആരായിരിക്കാം രാജ്യസഭയുടെ അധ്യക്ഷൻ? ഉപരാഷ്ട്രപതി. ആരാണ്? ഉപരാഷ്ട്രപതി. മറക്കല്ലേ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് സ്മാരകമായ അമർ ജ്യോതിയുടെ ശില്പി. ജാലിയൻ വാലാബാഗ് സ്മാരകമായ അമർ ജ്യോതിയുടെ ശില്പി ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും അത്? ബെഞ്ചമിൻ പോൾക്ക്. ആരാണ്? ബെഞ്ചമിൻ പോൾക്ക്. മറക്കല്ലും. ജാലിയൻ വാലാബാഗ് സ്മാരകമായ അമർ ജ്യോതിയുടെ ശില്പി ആരാണ്? അത് ബെഞ്ചമിൻ പോൾക്ക്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പോൾ ആരായിരിക്കാം അത്? ഉത്തരം ഫിഡൽ കാസ്ട്രോ. ആരാണ്? ഫിഡൽ കാസ്ട്രോയാണ് ഉത്തരമായിട്ട് വരുന്നത്. മറക്കല്ലും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? ഫിഡൽ കാസ്ട്രോ. അടുത്ത ചോദ്യം നോക്കാം, ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലേ? ആരാണ്? ഐസക് ന്യൂട്ടൻ. ആരാണ്? ഐസക് ന്യൂട്ടൻ. എന്തുവാ? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ഐസക് ന്യൂട്ടൻ. അടുത്ത ചോദ്യം നോക്കാം, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം. സൺഷൈൻ വൈറ്റമിൻ. എങ്ങനെയാണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ചോദിച്ചാൽ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ജീവകം ഡി. ഏതാണ്? ജീവകം ഡി ആണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ജീവകം ഏതാണ്? ജീവകം ഡി. മറക്കല്ലേ. ജീവകം ഡി. എങ്ങനെയാ? സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അടുത്ത ചോദ്യം, കുസുമപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? കുസുമപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. അപ്പോൾ ഏത് സ്ഥലത്തെയാണ് കുസുമപുരം എന്നറിയപ്പെട്ടിരുന്നത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതാ? പാട്ന. അപ്പോൾ പാട്നയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കുസുമപുരം. അടുത്ത ചോദ്യം നോക്കാം, കുമിൾ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. കുമിൾ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഓപ്ഷൻ നോക്കേ, ഇതിലെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ സി ഏതാണ്? സോളൻ. ഏതാണ്? സോളൻ. അപ്പോൾ സോളനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കുമിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഏത്? സോളൻ. അടുത്ത ചോദ്യം, കാളിദാസന്റെ ജന്മസ്ഥലം ഏത്? കാളിദാസന്റെ ജന്മസ്ഥലം. അപ്പോൾ ഏതായിരിക്കാം ഇവിടെ കാളിദാസന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നേ? ഏതാണ്? ഉജ്ജയിനി. ഏതാണ്? ഉജ്ജയിനി. അടുത്ത ചോദ്യം, ലോകത്തിലെ സങ്കര ഇനം കുരുമുളക്. ലോകത്തിലെ സങ്കര ഇനം കുരുമുളക് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? പന്നിയൂർ 1 കേട്ടോ. ഏതാണ്? പന്നിയൂർ 1 കേട്ടോ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണത്?
ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. അടുത്ത ചോദ്യം, ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് മാട്ടുപ്പെട്ടി. ഏതാണ്? മാട്ടുപ്പെട്ടി. മറക്കല്ലും. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാട്ടുപ്പെട്ടി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള സംസ്ഥാനം ഏത്? ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? നമ്മുടെ സ്വന്തം കേരളമാണ് കേട്ടോ. ഏതാണ്? നമ്മുടെ കേരളമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അപ്പോൾ എവിടെയായിരിക്കും? അത് കൊട്ടാരക്കരയാണ്. എവിടെയാണ്? കൊട്ടാരക്കര. ചോദ്യം മറക്കല്ലും. സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ടീമിൽ 7 കളിക്കാരുള്ള കായിക ഇനം ഏത്? താഴെ പറയുന്നവയിൽ ഒരു ടീമിൽ 7 കളിക്കാരുള്ള കായിക ഇനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫുട്ബോള്, ഹാൻഡ്ബോള്, ഹോക്കി, വോളിബോൾ. നമുക്കറിയാം ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഹാൻഡ്ബോൾ. ഏതാണ്? ഹാൻഡ്ബോൾ. എത്രയാ? താഴെ പറയുന്നതിൽ എത്രയാണ്? ഒരു ടീമിൽ 7 കളിക്കാർ. ഏതാണ്? ഹാൻഡ്ബോൾ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ഭക്ഷ്യധാന്യം ഏത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ഭക്ഷ്യധാന്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അരി. എന്ന് വെച്ചാൽ ഏതാ? നെല്ല്. അപ്പോൾ ഉത്തരം ഏതാണ്? അരി. മറക്കല്ലേ. അടുത്ത ചോദ്യം, നിഷേധ വോട്ട് നടപ്പാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നിഷേധ വോട്ട് നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? എത്രാമത്തെ ആയിരിക്കും? ഓപ്ഷനിൽ 10, 12, 14, 16. എത്രാമത്തെയാണ്? 14. ഏതാണ്? 14 രാജ്യമാണ് ഏത്? ഇന്ത്യ. എന്ത്? നിഷേധ വോട്ട് നടപ്പിലാക്കിയതിനകത്ത്. അടുത്ത ചോദ്യം, ആകെ ഭൂപ്രദേശത്തിൻ്റെ 50% പുൽമേടുകൾ നിറഞ്ഞ ഭൂഖണ്ഡമേത്? ആകെ ഭൂപ്രദേശത്തിൻ്റെ എത്രയാണ്? 50% പുൽമേടുകൾ നിറഞ്ഞ ഭൂഖണ്ഡമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആഫ്രിക്ക. ഏതാണ്? ആഫ്രിക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഉത്തരം? യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ഉപദ്വീപുകളുടെ വൻകര. എങ്ങനെയാണ്? ഉപദ്വീപുകളുടെ വൻകര. അടുത്ത ചോദ്യം, കടും വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന 17ാം ഗ്രൂപ്പ് മൂലകം ഏത്? കടും വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന 17ാം ഗ്രൂപ്പ് മൂലകം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അയഡിൻ. ഏതാണ്? അയഡിൻ. അടുത്ത ചോദ്യം, ഹരിതകമുള്ള ജന്തു എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂഗ്ലീന. ഏതാണ്? യൂഗ്ലീന. അടുത്ത ചോദ്യം, ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ? ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ? ഇന്ത്യയാണ് ഉത്തരമായിട്ട് വരുന്നത്. ആൻഡമാൻ നിക്കോബാർ. അടുത്ത ചോദ്യം, മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന ചിത്രത്തിൽ മംഗൾ പാണ്ഡെയുടെ വേഷം അഭിനയിച്ച നടൻ ആര്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന ചിത്രത്തിൽ മംഗൾ പാണ്ഡെയുടെ വേഷം അഭിനയിച്ച നടൻ ആര്? നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ് ഉത്തരം? അമീർ ഖാൻ. ആരാണ്? അമീർ ഖാൻ. അടുത്ത ചോദ്യം, ആത്മവിദ്യാകാഹളം എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ആത്മവിദ്യാകാഹളം എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ.
ഏതാ ആത്മവിദ്യാകാഹളം? ആരാ? വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം എത്രയാണ്? 9 എണ്ണം. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആര്? പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആര്? ആരാണ്? ഫെർഡിനാൻഡ് മഗല്ലൻ. മറക്കല്ലേ, മഗല്ലനാണേ എന്തുവാ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം ഏത്? അപ്പോൾ ഓപ്ഷനകത്ത് ഏതൊക്കെയാണെന്ന് നോക്കേ. ചോദ്യം എന്തുവാ? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ടാങ്കനിക്ക തടാകം. ഏതാണ്? ടാങ്കനിക്ക തടാകം. ഓക്കെ.